കുലീനമായ ലോകത്തിൻ്റെ വീണ്ടെടുപ്പാണ് അനുകമ്പയുടെ ഈർപ്പമുള്ള നൂലിനാൽ നെയ്തെടുത്ത ഈ പുസ്തക ചുരുളുകളുടെ മുഴുവൻ കിനാക്കളും. ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിലെ വരികളാണിത്. ഹൃദയം തൊടുന്ന സ്നേഹഭാഷയിൽ സംസാരിക്കുന്ന ബോബിയച്ചൻ്റെ പുസ്തകം. അരുൾ, അൻപ്, അനുകമ്പ. അരുൾ എന്നാൽ ദൈവകൃപ, അൻപ് എന്നാൽ സ്നേഹം, അനുകമ്പ എന്നാൽ കരുണ. ഈ 3 വാക്കുകളിൽ ഊന്നിയുള്ളതാണ് ഇതിലെ ചിന്തകൾ മുഴുവനും. ഒരു മനുഷ്യനിൽ ഉളവാകേണ്ടുന്ന ചില നന്മകളെക്കുറിച്ച്, ഓരോ മനുഷ്യനിലും ആർദ്രമായി നിറയേണ്ടുന്ന ചില വിചാരങ്ങളെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിനും അപ്പുറം മനുഷ്യത്വത്തിനും പരസ്പരം കാണിക്കേണ്ട കരുണയ്ക്കുമാണ് പുസ്തകം പ്രാധാന്യം നൽകുന്നത്. ഈ പുസ്തകത്തിലൂടെ കടന്നു വരുന്ന മനുഷ്യരൊക്കെയും അരുളുകൊണ്ടും അൻപുകൊണ്ടും അനുകമ്പ കൊണ്ടും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നവരും നന്മകൾ വിതറി കടന്നുപോയവരുമാണ്. അനുകമ്പ കടലായ ശ്രീനാരായണ ഗുരുവും കരുണയുടെ കടാക്ഷമായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ദേശത്തിൻ്റെ തഥാഗതനായ ബുദ്ധനും ദലൈലാമയും മദർ തെരേസയും അങ്ങനെ നമുക്ക് വെളിച്ചം നൽകി കടന്നുപോയ എത്രയോ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുസ്തകം. നല്ല വാക്കുകൾ കൊണ്ട് ജീവിതത്തെ അഗാധമാക്കുന്നവരും കരുണയുടെ സുവിശേഷമാണ് പറയുന്നത്. തത്വശാസ്ത്രങ്ങളെയും ആത്മീയ ചിന്തകളെയും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ, വളരെ ശാന്തവും മനോഹരവുമായ ഭാഷയിലാണ് ബോബിയച്ചൻ അവതരിപ്പിക്കുന്നത്. അരുൾ, അൻപ്, അനുകമ്പ. ജീവിതത്തിൽ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന 3 വലിയ മൂല്യങ്ങളാണിത്. നമുക്ക് ചുറ്റും പാർക്കുന്ന മനുഷ്യരെ പരമാവധി ജീവിക്കാൻ സഹായിക്കുകയാണ് ശരിയായ പുണ്യം. അവനവനോടുള്ള അതൃപ്തിയാണ് ഒരാൾ തൻ്റെ പരിസരത്തോട് പുലർത്തുന്ന അതൃപ്തികളുടെ കാരണം. ആ അതൃപ്തികളുടെ വലക്കണ്ണികൾ പൊട്ടിച്ചെറിയുന്നിടത്തെ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാനാവും. മറ്റുള്ളവരുടെ വിധിയിൽ സ്വന്തം മുഖത്തെ കാണാൻ കഴിയുമ്പോൾ ലോകം ദർപ്പണമാവുന്നു. ജീവിതത്തിൻ്റെ കാഠിന്യത്തെ എത്ര ലഘൂകരിക്കാമെന്നാണ് ഇതിലെ ഓരോ അധ്യായവും പറഞ്ഞു വയ്ക്കുന്നത്. സൂഫി കഥകളും ബുദ്ധവചനങ്ങളും നാടോടിക്കഥകളും ഒക്കെ ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന സമൂഹം കൂടുതൽ സ്വാർത്ഥമായി മാറുമ്പോൾ മനസ്സിനുള്ളിൽ നന്മയുടെ ഒരു കൊച്ചു പ്രകാശം സൂക്ഷിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുമെന്നത് തീർച്ചയാണ്. ഈ പുസ്തകത്തിൽ എൻ്റെ ഹൃദയം തൊട്ടുപോയ ഒരു വരി ഇങ്ങനെയാണ്. തങ്ങളുടെ ആരുമല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ചില മനുഷ്യർ മാറ്റിവെച്ച പ്രാണനോളം വരില്ല ഇനിയൊരത്ഭുതവും. ആ തിരിച്ചറിവിലാണ് ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ വീണ്ടെടുക്കുന്നത്. കരുണയുടെ തളിർപ്പുകളെ ഒരാൾ കണ്ടെത്തുന്നത് 3 തലങ്ങളിലായിട്ടാണ്. എനിക്ക് നിന്നെ പിടുത്തം കിട്ടുന്നുണ്ട്, എനിക്ക് നിന്നോടൊത്ത് വിഷമിക്കാനാവും, ഇതിനകത്തു നിന്ന് പുറത്ത് കിടക്കാൻ നിൻ്റെ കൂടെ ഞാനുണ്ടാവും. ഈ വാക്കുകൾ ഒരു മനുഷ്യനിൽ നൽകുന്ന സാന്ത്വനം എത്ര ആഴമുള്ളതാണ്. നാടകീയമായ കാര്യങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഓരോരുത്തരുടെയും ജീവിതത്തെ സാരമായി തൊടുന്ന ഒരു കണ്ടെത്തലിൻ്റെ മുഹൂർത്തമുണ്ടാവണം. അതിനുശേഷം ജീവിതം പഴയതുപോലെയല്ല ആരുടെയും. നമ്മിൽ പലർക്കും ആ കണ്ടെത്തൽ എന്നേ പിടുത്തം കിട്ടിയിട്ടുള്ളതാണ്. അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടം പോലെയൊരു പുസ്തകം. എത്ര ചിതറിയോ അത്രമേൽ ഏകാഗ്രമായി മടങ്ങിയെത്താനാണ് നമ്മോട് ഈ പുസ്തകം മൗനമായി മന്ത്രിക്കുന്നത്.